നമസ്കാരം. ഡൽഹിയിലെ സ്ഫോടനത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ച ഉത്തരവാദികളായവരെ ഏത് പാതാളത്തിൽ ഒളിച്ചാലും കണ്ടെത്തുമെന്നും സാധ്യമായ ഏറ്റവും കർശനമായ ശിക്ഷ നൽകുമെന്നുമുള്ള കടുത്ത നിലപാട്. ഇന്നത്തെ ഇന്ത്യ ഭീകരതയ്ക്കെതിരെ സ്വീകരിക്കുന്ന സീറോ ടോളറൻസ് സമീപനത്തിന്റെ ഉജ്ജ്വല ഉദാഹരണം. മോദി ഭരണകാലത്ത് ഭാരതത്തിന്റെ പ്രതിരോധ തന്ത്രം വെറും പ്രതികരണമല്ല, മുൻകരുതലുകളും കൃത്യമായ ഇന്റലിജൻസ് പ്രവർത്തനങ്ങളും കൂട്ടി ഒരു ആധുനിക ദേശീയ സുരക്ഷാ സംവിധാനമായി അത് ഉയർന്നു കഴിഞ്ഞു. അതിർത്തി മുതൽ തലസ്ഥാന നഗരത്തിന്റെ ഹൃദയം വരെ ഇന്ത്യയുടെ സുരക്ഷാ ശൃംഖല ഇപ്പോൾ കൂടുതൽ കർശനവും ശക്തവുമാണ്. പാകിസ്ഥാൻ വളർത്തുന്ന ഭീകര വിഭാഗങ്ങളുടെ നീക്കങ്ങൾ എന്തായാലും അവയെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഒട്ടും മാറ്റമില്ലാതുള്ളത്. സർജിക്കൽ സ്ട്രൈക്കും ബാലാക്കോട്ട് എയർ സ്ട്രൈക്കും പോലെ ലോകം അംഗീകരിച്ച സൈനിക പ്രവർത്തനങ്ങൾ മുതൽ ആഭ്യന്തര ഭീകര ശൃംഖലകൾ തകർക്കുന്ന NIA റാ സംയുക്ത ഓപ്പറേഷനുകൾ വരെ, ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഇന്ത്യയുടെ ശക്തമായ നിലപാടുകൾ വരെ, ഇന്ത്യ ഇന്ന് മുൻപുള്ളതിൽ ഏറ്റവും ശക്തമായ പ്രതിരോധ നിലയിലാണ്. ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ ശൃംഖല എന്തുവിധം കഠിനമായാലും ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരു സന്ദേശം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് ഈ മണ്ണിൽ സ്ഥലമില്ല, ജീവിക്കാനുള്ള യോഗ്യത പോലുമില്ല. ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ ഉത്തരവാദികളായവരെ ഏത് പാതാളത്തിൽ ഒളിച്ചാലും കണ്ടെത്തുമെന്നും സാധ്യമായ ഏറ്റവും കർശനമായ ശിക്ഷ നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നടിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച നോർത്തേൺ സോണൽ കൗൺസിലിന്റെ 32ാമത് യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും ഷാ വ്യക്തമാക്കി. അന്വേഷണ സംഘം ഒരു സ്ഥലവും വിട്ടുപോകാതെ പരിശോധിക്കുമെന്ന് ഷാ ഉറപ്പു നൽകി. ചെങ്കോട്ടയിലെ കാർ സ്ഫോടനത്തിലും ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലും ഉണ്ടായ സ്ഫോടനത്തിലും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും 2 മിനിറ്റ് മൗനം ആചരിച്ചുമാണ് യോഗം ആരംഭിച്ചത്. അന്വേഷണ സംഘം ഒരു സ്ഥലവും വിട്ടുപോകാതെ പരിശോധിക്കുമെന്ന് ഷാ ഉറപ്പു നൽകി. ശക്തമായ സംസ്ഥാനങ്ങൾ ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നു എന്ന മോദിയുടെ വിശ്വാസം ഷാ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കിടയിൽ സഹകരണവും ആശയവിനിമയവും നയപരമായ ഏകോപനവും മെച്ചപ്പെടുത്തുന്നതിലൂടെ ഈ ആശയം യാഥാർത്ഥ്യമാക്കാൻ സോണൽ കൗൺസിലുകൾ സഹായിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കൗൺസിലുകളിലൂടെ കാലങ്ങളായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടുവെങ്കിലും വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിൽ നീതി നടപ്പാക്കുന്നതിലെ കാലതാമസം, പോഷകാഹാരക്കുറവ്, വളർച്ചാ മുരടിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഡൽഹി സ്ഫോടനാന്വേഷണത്തിന്റെ കടുത്ത അന്വേഷണവും അമിത്ഷായുടെ ഉറച്ച വാക്കുകളും ഇന്ത്യ ഇനി ഭീകരതയെ ഒരിക്കലും സഹിക്കാത്ത പുതിയ യുഗത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവാവുകയാണ്. മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ നയം, തന്ത്രങ്ങളും പ്രതികരണങ്ങളും ഭീകര പ്രവർത്തനങ്ങളെ സംഭവിച്ചതിനു ശേഷം അന്വേഷിക്കുക എന്ന നിലയിൽ നിന്ന് സംഭവിക്കാതെ തന്നെ തടയുക എന്ന നിലയിലേക്ക് ഉയർത്തി. പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ എത്ര ശ്രമിച്ചാലും ഇന്ത്യയുടെ ആധുനികമായ നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമായ സൈനിക ഇന്റലിജൻസ് കൂട്ടായ്മകളും ഇനി ഏതു ഭീഷണിയും മണ്ണിൽ തന്നെ അവസാനിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയ സുരക്ഷയിൽ ഒരു വേള പോലും ഇളവ് നൽകാത്ത ഈ സർക്കാരിന്റെ സമീപനം കാരണം ഇന്ത്യയുടെ അന്താരാഷ്ട്ര സ്ഥാനവും സുരക്ഷിത രാഷ്ട്രമായുള്ള പ്രതിച്ഛായയും കൂടുതൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഭീകരതയുടെ വേരുകൾ പൂർണ്ണമായി മുറിച്ചു നീക്കാനാണ് ഇന്ത്യ ഇന്ന് സജ്ജമാകുന്നത്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവർ സ്വയമാണ് തകരുന്നതെന്ന സന്ദേശം വീണ്ടും ലോകം കേൾക്കുകയാണ്. ശക്തമായ പ്രതിരോധ വ്യവസ്ഥയും അചഞ്ചലമായ രാഷ്ട്രീയ നേതൃത്വവുമുള്ള ഈ രാജ്യം ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഉറച്ചു മുന്നേറുക തന്നെ ചെയ്യും. കാരണം ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് മോദി എന്ന മനുഷ്യനാണ്. ഇന്ത്യ കണ്ട എക്കാലത്തെയും കരുത്തനായ നേതാവ് മോദി എന്ന മനുഷ്യൻ.